മേടം രാശിക്കാരുടെ ഏഴാം രാശിയായ തുലാം രാശിയിലേക്ക് സെപ്റ്റംബർ 13 സംഭവിക്കുന്ന ചൊവ്വയുടെ വരവ് ഒരേ സമയം നിങ്ങളുടെ റിലേഷൻഷിപ്സിന്റെ പൂർണ്ണതയെ തിരയുന്നതും തൊഴിൽ മേഖലയിലെ ഉറപ്പിനെയും വളർച്ചയെയും ഹൈലൈറ്റ് ചെയ്യുന്നതുമായിരിക്കും. ജീവിതത്തിൽ നിങ്ങളെ ശക്തരാക്കുന്ന അതേ ശക്തി നിങ്ങളുടെ ബന്ധങ്ങളിലും കർമ്മത്തിലും സൃഷ്ടിക്കുന്ന സംഘർഷാവസ്ഥയും അഭിനിവേശത്തോടൊപ്പം കലഹത്തെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഈ സാഹചര്യത്തെ നിങ്ങൾക്ക് എങ്ങനെ അനുകൂലമാക്കി മാറ്റാൻ പറ്റും എന്നുള്ള വിശകലനമാണിത്. നിങ്ങൾ സിംഗിൾ ആണെങ്കിലും റിലേഷൻഷിപ്പിലായാലും ഒരു ചെറിയ കുലുക്കത്തിന് ഒരുങ്ങിക്കൊള്ളുക. അതിലൂടെ ഒരു കാര്യമാത്രമായ വ്യതിയാനം നിങ്ങളുടെ ബന്ധങ്ങളിൽ ഉണ്ടാകും. ഇത് തുടക്കക്കാരുടെ കഥയാണ്. കുടുംബസ്ഥർക്ക് ബാധകമാകുമോ എന്ന് സ്വയം വിലയിരുത്തുക. കാരണം കലഹത്തിനുള്ള കളമാണിത്. ചൊവ്വ ശത്രുക്ഷേത്രമായിരുന്ന കന്നി രാശിയിലായിരുന്നു ഇതുവരെ. അതുകൊണ്ട് ചൊവ്വയുടെ മഹാദശ, അന്തർദശ എന്നിവയിലായിരുന്ന വ്യക്തികൾക്ക് ഇക്കാലത്ത് ജോലി സംബന്ധമായും ആരോഗ്യ സംബന്ധമായും അസ്വസ്ഥതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ചൊവ്വ തുലാം രാശിയിലേക്ക് വരുന്നതോടെ ഇതിൽ നിന്ന് മോചനം ലഭ്യമാകും. ജോലി സംബന്ധമായി വളരെ നല്ല കാലമാണിത്. ലഗ്നാധിപനായ ചൊവ്വ 7-ൽ വരുന്നത് ജോലിയിൽ പുതിയ അവസരങ്ങൾ, പ്രൊമോഷൻ സാധ്യതകൾ, കച്ചവടത്തിൽ ഗുണങ്ങൾ എന്നിവ ലഭ്യമാക്കും. മേടം രാശിയുടെ 1, 2, 10 എന്നീ ഭാവങ്ങളിലേക്കുള്ള ചൊവ്വയുടെ ദൃഷ്ടി നിങ്ങൾക്ക് മനോബലവും ഇൻവെസ്റ്റ്മെന്റുകൾക്ക് ഗുണവും കർമ്മത്തിൽ സന്തോഷവും നൽകും. ചൊവ്വ സെപ്റ്റംബർ 23 ചോതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ കർമ്മസ്ഥാനത്ത് നിങ്ങൾക്ക് നേതൃത്വ ഗുണം ലഭിക്കും. ചോതിയുടെ നക്ഷത്രനാഥനായ രാഹു മേടത്തിന്റെ 11-ൽ സ്ഥിതി ചെയ്യുന്നതിനാൽ കച്ചവടത്തിലും നേട്ടം ലഭ്യമാക്കും. മേടം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 വിഷയങ്ങൾ: ഒന്ന്, പാർട്ണറുടെ ആരോഗ്യസ്ഥിതിയാണ്. മറ്റൊന്ന്, പുതിയ കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടുമ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതുമാണ്. നിങ്ങളുടെ ജീവിത രീതി മേൽപ്പറഞ്ഞ കാര്യങ്ങളുമായി കണക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരു ട്രാൻസിറ്റ് പീരീഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇടവൻ രാശിക്കാർക്ക് ചൊവ്വ നൽകുന്ന ഊർജം തുറന്നു നൽകാൻ പോകുന്നത് വിജയത്തിന്റെ ഒരു കവാടമാണ്. ഈ ആകാശവിന്യാസം നിങ്ങളുടെ വ്യക്തിഗത വളർച്ചയ്ക്കുള്ള ഒരു അവസരമാണ്. നിങ്ങളുടെ 5-ാം ഭാവത്തിലെ ചൊവ്വ ഇതുവരെ ശത്രുക്ഷേത്രത്തിലായിരുന്നത് കുറച്ചുകൂടെ കംഫർട്ടബിളായ തുലാം രാശിയിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ ചൊവ്വയുടെ ഊർജവും താപവും വേഗതയും നിങ്ങളെ സ്വാധീനിക്കാതെ കടന്നു പോകില്ല. നിങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും നിങ്ങൾ തയ്യാറാക്കുക. വിജയത്തിന് വേണ്ടി പ്രകൃതി നിങ്ങൾക്കൊരുക്കി തരുന്ന അന്തരീക്ഷം ഇങ്ങനെയാണ്. സ്റ്റെബിലിറ്റിയും സെൻസിബിലിറ്റിയും ഒപ്പം സമാധാനത്തിനും മുൻതൂക്കം നൽകുന്ന ഇടമാണ് ഇടവം രാശി. തുലാത്തിലേക്കുള്ള ചൊവ്വയുടെ വരവ് സ്നേഹത്തിൻ്റെയും നീതിയുടെയും ഇമോഷൻസിൻ്റെയും ബാലൻസിങ് ഉറപ്പ് നൽകുന്ന രാശിയാണ്. അതുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് വെച്ച കാലുകൾ പുറകിലേക്ക് മാറ്റേണ്ടി വരില്ല. മത്സര പരീക്ഷകൾ, ഇൻ്റർവ്യൂകൾ, കോടതി വ്യവഹാരങ്ങൾ എന്നിവ നിങ്ങൾക്ക് ഈ കാലത്ത് അനുകൂല ഫലങ്ങൾ തരും. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സ്ട്രാറ്റജീസിന് പ്രാധാന്യം നൽകുക. അഗ്രസീവ് ഇമോഷൻസ്, എടുത്തുചാട്ടം, ഇതൊക്കെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തുകയായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇവിടെ നിന്നും ഇനി മുൻപിലോട്ട് നിങ്ങളുടെ 6, 8, 12 എന്നീ രാശികളിൽ രൂപപ്പെട്ടിരിക്കുന്ന രാജയോഗം തെളിയിക്കുന്നത് വിജയത്തിൻ്റെ വഴിയാണ്. ചൊവ്വ സെപ്റ്റംബർ 23 ചോതിയിലും ഒക്ടോബർ 23 വിശാഖം നക്ഷത്രത്തിലും കടക്കുമ്പോൾ നിങ്ങളുടെ ബന്ധങ്ങൾ വർദ്ധിക്കുകയും ധനപരമായ ഉയർച്ചകൾ ഉണ്ടാകുകയും ചെയ്യും. ചൊവ്വ എടുത്തുചാട്ടത്തെയും ദേഷ്യത്തെയും പെട്ടെന്നുള്ള പ്രവൃത്തികളെയും സൂചിപ്പിക്കുന്നു. ഇതിൻ്റെയൊക്കെ കടിഞ്ഞാൺ നിങ്ങളുടെ മനസ്സിലാണ് ഉറപ്പിക്കേണ്ടത്. വീഴ്ച, മുറിവ്, ആശുപത്രി സന്ദർശനം, ബ്ലഡ് ഡൊണേഷൻ അല്ലെങ്കിൽ ബ്ലഡ് റിസീവ് ചെയ്യുക, ഇതൊക്കെ
പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇടപെടേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. 11-ലെ ശനിയും 10-ലെ രാഹുവും ഇടവം രാശിയെ സപ്പോർട്ട് ചെയ്യുന്ന കാലം കൂടിയാണിത്. ഈ അവസരത്തെ നിങ്ങളുടെ ഡയറിയിൽ കുറിച്ചിടാൻ പറ്റുന്ന രീതിയിൽ ഇവന്റ്ഫുൾ ആക്കേണ്ട ചുമതല നിങ്ങൾക്കുള്ളതാണ്. ഇപ്പോൾ പ്രകൃതി ഒരുക്കി തരുന്ന നല്ല അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക. ആരോഗ്യകരമായ അതിർവരമ്പുകൾ സൂക്ഷിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങളെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും ഭംഗിയായും പ്രകടിപ്പിക്കാനുള്ള അവസരമാണിത്. നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ബെസ്റ്റ് വിഷസ് ഫോർ ടോറസ് നേറ്റീവ്സ്. മിഥുനം രാശിക്കാർക്ക് 4-ാം ഭാവത്തിലായിരുന്ന ചൊവ്വ നിങ്ങളുടെ വീട്ടിനുള്ളിൽ ചില ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കും. 4-ാം ഭാവത്തിൽ ആയിരുന്ന ചൊവ്വ 5-ലേക്ക് കടന്നു വരുമ്പോൾ ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭ്യമാകുകയാണ്. തുലാം രാശിയിലേക്ക് വരുന്ന ചൊവ്വ മിഥുനം രാശിക്കാർക്ക് കടബാധ്യതകളെ കുറയ്ക്കുക മാത്രമല്ല, മിഥുനം രാശിക്കാരുടെ 5-ാം ഭാവത്തിലും 8-ാം ഭാവത്തിലും ചൊവ്വയുടെ പ്രഭാവം ലോട്ടറി പോലുള്ള മത്സരങ്ങളിൽ നിങ്ങൾക്ക് വിജയം കൊണ്ടുവരും. കൂട്ടുത്തരവാദിത്വത്തിലുള്ള അധ്വാനങ്ങൾ ഫലം കാണുന്നതിനൊപ്പം നിങ്ങളുടെ ആശയങ്ങൾ കൂടുതൽ അംഗീകരിക്കപ്പെടുകയും ചൊവ്വ നിങ്ങൾക്ക് കൂടുതൽ പ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള പ്രേരണ നൽകുകയും ചെയ്യും. എന്നാൽ കൂടുതൽ പ്രവൃത്തികളിലുള്ള പ്രേരണ ശരിയായ നീതിബോധത്തിൽ ഉറച്ചു പ്രവർത്തിക്കാൻ തുലാം രാശി നിങ്ങളെ സഹായിക്കും. തുടക്കത്തിൽ കൂടുതൽ സാമൂഹിക ബന്ധങ്ങൾ കടന്നു വരും. ഏതൊക്കെ സ്വീകരിക്കണമെന്നും ഏതൊക്കെ വേണ്ടെന്ന് വയ്ക്കണമെന്നും തീരുമാനിക്കാൻ തുലാം രാശി ഉപകരിക്കും. റിസൾട്ട് കൊടുക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങളും കൂടുതൽ ടാസ്കുകളും ഒഴിവാക്കണം. ചൊവ്വയുടെ അമിതമായ പ്രേരണ നിങ്ങളിൽ കൂടുതൽ കൺഫ്യൂഷൻ ജനിപ്പിക്കുമ്പോൾ താഴെ പറയുന്ന ചോദ്യങ്ങൾ സ്വയം ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് സമാധാനം കണ്ടെത്താൻ കഴിയും. 1. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ കൂടുതൽ കമ്മിറ്റ്മെന്റ്സ് കൊടുക്കുന്നുണ്ടോ? 2. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വ്യക്തവും സുതാര്യവുമാണോ? സത്യത്തെ മറച്ചു വയ്ക്കുന്നുണ്ടോ? 3. കൂടുതൽ കോംപ്രമൈസ് എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടോ? 4. സമാധാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അനാവശ്യ ധൃതി കാണിക്കുന്നുണ്ടോ? തുലാം രാശിയുടെ നീതിയുക്തമായ അതിർവരമ്പുകൾക്കുള്ളിൽ ചൊവ്വ നൽകുന്ന ഊർജത്തെ ഗുണകരമായി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ ഈ ട്രാൻസിറ്റ് പീരീഡ് മധുരമുള്ള ഒരു ഓർമ്മയായി മാറ്റാൻ നിങ്ങൾക്ക് കഴിയും.